ദിലീപ്, ഇപ്പോൾ ഇതിനകത്ത് വി.ഡി. സതീശന്റെ പിന്നെ പ്രതികരണം നമ്മൾ കണ്ടല്ലോ. ഇപ്പൊ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് സതീശൻ ഒരേ വാചകങ്ങൾ തന്നെയാണ് പറയുന്നത്, ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്നതാണ്, ഇതൊക്കെ കള്ളപ്രചാരണമാണെന്ന്. പക്ഷേ 2 നേതാക്കൾ പ്രധാനമായിട്ടും ഇന്ന് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതിലൊന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫാണ്, ഒന്ന് കെ ബാബു എം എൽ എ ആണ്. കെ ബാബു എം എൽ എ ഒരു മാധ്യമത്തിന് നൽകിയ പ്രതികരണത്തിൽ പറഞ്ഞത് ഇതൊക്കെ അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊന്നും ഉണ്ടാക്കേണ്ടിയിരുന്നില്ല. പിന്നെ ജോസഫ് വാഴക്കൻ ഏതാണ്ട് 1.5 ലക്ഷത്തോളം പോസ്റ്റർ അടിച്ചു, അദ്ദേഹത്തിന് ഏറ്റുമാനൂർ നൽകും എന്നൊരു ഉറപ്പ് കൊടുത്തിരുന്നു. ആ ഉറപ്പ് പാലിച്ചില്ല, അദ്ദേഹത്തിന് അതിൽ കടുത്ത അതൃപ്തിയുണ്ട്. പിന്നെ അസിത നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ പുനലൂരിൽ അവിടെ ഒരു കോൺഗ്രസ് വിമതനുണ്ട്, ലീഗ് സ്ഥാനാർത്ഥിയിൽ ലീഗിന് സീറ്റ് കൊടുത്തതിൽ പിന്നെ പ്രശ്നവുമായിട്ട്. നെടുമങ്ങാട് ഇതേപോലെ മീനാങ്കൽ കുമാർ അല്ലേ, മീനാങ്കൽ കുമാർ CPI ഒന്നാണ്, മീനാങ്കലിന് കൊടുത്തതിനകത്തുള്ള പ്രതിഷേധം അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ചടയമംഗലത്ത് INTUC നേതാവിന് സീറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു, അതിലുള്ള പ്രതിഷേധമുണ്ട്. അപ്പോൾ ഇതെല്ലാം മാധ്യമ സൃഷ്ടിയാണെന്ന് പറഞ്ഞ് തടിയൂരാൻ വി.ഡി. സതീശൻ ശ്രമിച്ചാൽ നടക്കുമോ? ഗോപി, ഇത് എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പുകളിൽ ഇത്തരത്തിലുള്ള ഈ വിമത ശല്യങ്ങൾ, അതോടൊപ്പം തന്നെ വെല്ലുവിളികൾ, പ്രാദേശികമായുള്ള എതിർപ്പുകൾ, ഇതൊക്കെ സാധാരണഗതിയിൽ നടക്കാറുള്ളതാണ്. അത് തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് മുതൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെയുള്ള തെരഞ്ഞെടുപ്പുകൾ നമ്മൾ പരിശോധിച്ചാൽ ഇത്തരം വെല്ലുവിളികൾ പലപ്പോഴുമുണ്ട്. ചില ഘട്ടങ്ങളിൽ ചില സ്ഥാനാർത്ഥികൾ അവർ ഉറച്ചു നിൽക്കാറുണ്ട് ആ വിമത ഭീഷണിയുമായി. ചിലപ്പോൾ നേതൃത്വം ഇടപെട്ടവരെ അനുനയിപ്പിക്കാറുമുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചരിത്രവുമായി ബന്ധപ്പെട്ടൊന്നും നമ്മൾ കാണാത്തതല്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗോപി തന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വി.ഡി. സതീശനുമായി ബന്ധപ്പെട്ട് തന്നെയാണല്ലോ. അദ്ദേഹം പറഞ്ഞിരുന്നു മാധ്യമപ്രവർത്തകരാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത് എന്നുള്ള കാര്യത്തിൽ. അതിൽ കുറച്ചെങ്കിലും വസ്തുതയില്ലാതില്ല. പക്ഷേ അതേസമയം തന്നെ ഇത് വി.ഡി. സതീശൻ രാവിലെ വന്ന് വാർത്താസമ്മേളനമല്ല, മാധ്യമപ്രവർത്തകർ അവർ കാത്തു നിൽക്കുമ്പോൾ അവരോട് ചിലപ്പോൾ പ്രതികരിക്കും, നിങ്ങൾ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതെല്ലാം തെറ്റാണ്, 2 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾക്ക് വസ്തുത അറിയാം. അപ്പോൾ ഈ നിലയിൽ പറഞ്ഞിട്ട് പോകുമ്പോഴാണ് കെ സുധാകരൻ വന്നിട്ട് ഞാൻ കണ്ണൂരിൽ മത്സരിക്കാൻ റെഡിയാണ് എന്ന് പറയുന്നു. അടൂർ പ്രകാശ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നു, അടൂർ എന്ന് പറയുന്നത് എൻ്റെ ഹൃദയവികാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ നിലയിലുള്ള പ്രതികരണങ്ങളൊക്കെ ആ ഭാഗത്ത് നിന്ന്, ആ നേതാക്കളുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. അതിനനുസരിച്ച് ഏതായാലും ഈ ചർച്ചയിൽ മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനമില്ല. അപ്പോൾ മാധ്യമങ്ങൾ എങ്ങനെ വാർത്ത കൊടുക്കും? ഈ ചർച്ചയിൽ പങ്കെടുത്ത കാര്യം പറയട്ടെ, അതായത് വി.ഡി. സതീശൻ ഉപയോഗിക്കുന്ന വാക്കുകൾ എത്ര മനോഹരമായിട്ടാണ്, എത്ര ഭംഗിയായിട്ടാണ് കോൺഗ്രസിനകത്ത് സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കുന്നത്. അപ്പൊ ആരുടെ കണ്ണ് മൂടിക്കെട്ടാനാണ്? അതെ, അത് വളരെ സങ്കീർണമായിരുന്നു ഈ പ്രക്രിയ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പുലർച്ചെ വരെ നീളുന്ന കോൺഗ്രസിൽ അത്തരം ചർച്ചകളൊന്നും അസ്വാഭാവികതയുള്ളതല്ല. ഒറ്റ മിനിറ്റ് ഞാൻ ഇടപെട്ടോട്ടെ. ദീപക് ധർമ്മടം ഉണ്ട് നമ്മളോടൊപ്പം, അതിനുശേഷം നമുക്ക് തിരിച്ചു വരാം. ദീപക് ധർമ്മടം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ദീപക്, ഈ കെ സുധാകരനെ അനുനയിപ്പിച്ചോടുകൂടി കോൺഗ്രസിനകത്ത് ഉയർന്നു വന്ന കലാപക്കൊടി താഴ്ന്നോ യഥാർത്ഥത്തിൽ? ഗോപി, കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളുമായി വൈകിട്ടും സംസാരിച്ചപ്പോൾ കലാപക്കൊടിയൊന്നും തീർന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് ഒരു മുഖം മിനുക്കൽ ചികിത്സ എന്നുള്ള നിലയിൽ തൽക്കാലം പാർട്ടിയാണ് വലുതെന്ന് പറയും. സുധാകരനെ എന്തിന് താഴ്ത്തിക്കെട്ടി എന്ന് ഒരേ സ്വരത്തിൽ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും മാധ്യമങ്ങൾക്ക് നേരെ കയർക്കും. ഇതൊക്കെയാണെങ്കിലും അവിടെ സുധാകരൻ ഇഫക്റ്റ് കണ്ണൂരിൽ ഉണ്ടാകും, വാഴക്കൻ ഇഫക്റ്റ് ഉണ്ടാകും, എൽദോസ് കുന്നപ്പള്ളി ഇഫക്റ്റ് ഉണ്ടാവും, ദീപ്തി മേരി വർഗീസ് ഇഫക്റ്റ് ഉണ്ടാവും. ഇങ്ങനെയുള്ള കുറേ സെറ്റ് ബാക്ക് ഇഫക്റ്റുകൾ, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വം കിട്ടാത്തതിൻ്റെ ഖിന്നിതരുടെ ഇഫക്റ്റുകൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമായിരിക്കും എന്നത് തന്നെയാണ് കോൺഗ്രസിനകത്തുള്ള തന്നെ പ്രധാന നേതാക്കൾ അടക്കം പറച്ചിൽ നടത്തുന്നത്. അവരുമായി സംസാരിക്കുമ്പോൾ സുധാകരന്റെ പ്രശ്നങ്ങൾ തീർന്നോ എന്നൊരു നേതാവിനോട് ചോദിച്ചപ്പോൾ എവിടെ തീരാൻ തുടങ്ങുന്നല്ലേ ഉള്ളൂ എന്നായിരുന്നു ഗോപി അല്പം മുൻപ് ഒരു നേതാവ് എന്നോട് പറഞ്ഞത്. ഇത് സുധാകരൻ ക്യാമ്പിൽ നിന്നുള്ള പ്രതികരണമാണ്. അതായത് തൽക്കാലം ഇപ്പോൾ പ്രശ്നങ്ങൾ തീർന്നു എന്ന് വരുത്തി തീർക്കേണ്ടത് അനിവാര്യമാണ്. അതിനുവേണ്ടി സാധാരണഗതിയിൽ മാധ്യമങ്ങളെ ഇത്തരത്തിൽ കോൺഗ്രസ് കടന്നാക്രമിക്കാറില്ല. പക്ഷേ എന്നാൽ ഇന്ന് വി.ഡി. സതീശന്റെ ശരീരഭാഷ നോക്കിയാൽ നമുക്ക് കൃത്യമായി അറിയാൻ സാധിക്കും എവിടെയാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്, അവരെ എത്രമാത്രം വിയർക്കുകയാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾ തീരുകയല്ല, യഥാർത്ഥത്തിൽ പുറത്ത് പ്രശ്നങ്ങൾ തീർന്നുവെങ്കിലും അകത്ത് പ്രശ്നങ്ങൾ തുടരും. അത് തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നുള്ള ആശങ്ക നന്നായി സ്ഥാനാർത്ഥികൾക്കുണ്ട്, നേതാക്കൾക്കുണ്ട്. ഞാൻ ഇന്ന് ഇനിയും ദീപക്കിലേക്ക് വരാം. കാരണം നമുക്ക് അവിടെ ഇപ്പോൾ കണ്ണൂർ ഉൾപ്പെടെയുള്ള വടക്കൻ മലബാറിലെ വിവിധ മണ്ഡലങ്ങളിൽ നടക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ കുറിച്ച്, അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളൊക്കെ അറിയണം. അപ്പോൾ നമുക്ക് ഈ ചർച്ചയിലേക്ക് കടക്കുകയാണെങ്കിൽ ഞാൻ എല്ലാ പാനലിസ്റ്റോടും നിങ്ങളുടെ വിയോജിപ്പുകൾ, അഭിപ്രായ പ്രകടനം നമ്മൾ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ രേഖപ്പെടുത്തിയതുപോലെ രേഖപ്പെടുത്തണം എന്നുള്ളതാണ്. തനേഷ്, ഈ പ്രശ്നം ഇപ്പോൾ കെ സുധാകരന്റെ പ്രശ്നമാണ് പറഞ്ഞത്. അതിനുശേഷം ഇപ്പോഴും കോൺഗ്രസിനകത്ത് പല പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഈ വിമത പ്രശ്നങ്ങളുണ്ട്, തർക്കങ്ങളുണ്ട്, ഇതൊക്കെയുണ്ട്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒക്കെ ഒരു അടിസ്ഥാനം എന്നത്, ബേസ് എന്ന് പറയുന്നത് ആരാകും മുഖ്യമന്ത്രി എന്നത് സംബന്ധിച്ചിട്ടുള്ള കോൺഗ്രസിനകത്ത് നിലനിൽക്കുന്ന തർക്കമാണോ? തീർച്ചയായിട്ടും. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് അവസാനിച്ചു കഴിഞ്ഞാൽ, ഒരുപക്ഷെ UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്നത് എന്താണ് എന്നതിൻ്റെ സൂചന തന്നെയാണ് ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിൽ
നമ്മൾ കണ്ടത്. അവിടെ ഉണ്ടായ പൊട്ടിത്തെറികൾ, ആ പൊട്ടിത്തെറികൾ എത്രയൊക്കെ മൂടി വെച്ചാലും എത്രയൊക്കെ അങ്ങനെ അല്ല എന്ന് പറഞ്ഞാലും അത് അങ്ങനെ തന്നെയാണ് എന്നത് 100% ഉറപ്പാണ്. അതായത് വി ഡി സതീശൻ പറയുന്നത് പോലെയൊന്നുമല്ല. കെ സുധാകരൻ പറയുന്നു, ജോസഫ് വാഴക്കൻ പറയുന്നു, അടൂർ പ്രകാശ് പറയുന്നു, അല്ലെങ്കിൽ കെ ബാബു പറയുന്നു. അങ്ങനെ കോൺഗ്രസിനകത്ത് പ്രശ്നമുണ്ട് എന്നുള്ളത് അടിവരയിട്ട് പറയുന്നുണ്ട് മുതിർന്ന നേതാക്കളാകെ തന്നെ. അതുകൊണ്ട് കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആര് മുഖ്യമന്ത്രിയാകുമെന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് സ്വാഭാവികമായും തനേഷ്, അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വി ഡി സതീശനൊക്കെ അവകാശപ്പെടുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതിനെ പക്ഷേ സാധൂകരിക്കാനുള്ള ആ നിലയിലുള്ള വിമർശനം പിന്നീട് ഈ സ്ഥാനാർത്ഥി പട്ടിക വന്നതിന് ശേഷം ഈ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അല്ല, അതിനുശേഷം ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞത് പ്രശ്നം സ്വാഭാവികമായിട്ടും അത് ഏത് പാർട്ടിയിലും ഉണ്ടാകും. CPIM ഉണ്ടാവില്ലേ, സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഉണ്ടാകും, എതിർ അഭിപ്രായങ്ങൾ ഉണ്ടാകും, വലിയ പ്രതിഷേധം. ഒരുപക്ഷെ കേരളം അത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾക്ക് പോലും സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ്. ഞാൻ ഒറ്റ കാര്യം പറയട്ടെ, അതായത് ദീപക് ദർപ്പണം പറഞ്ഞത് കേട്ടിട്ട് ദീപക് പറഞ്ഞത് പ്രശ്നം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്നാണ്. അത് ഞാൻ ഞാൻ പോയിന്റ് കാണുന്നത് ആ പ്രശ്നം ഇപ്പോൾ നിലനിൽക്കുന്നില്ല. അല്ലല്ല, കണ്ണൂരിലെ കഴിഞ്ഞ ടേം നോക്കൂ, ഇതൊരു കൊടുങ്കാറ്റിനുള്ള ശാന്തതയാണ് എന്നുള്ളത് ഞാൻ കരുതുന്നത്. നിലനിൽക്കുന്നില്ല. കെ സുധാകരൻ ഡൽഹിയിൽ വെച്ച് എന്താണ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ, കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു വലിയ പാർട്ടിയാണ്, ഞാൻ ഒരു ചെറിയ മനുഷ്യനാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ എന്തിനാണ് ഈ പ്രശ്നമുണ്ടാക്കാൻ പോകുന്നത്? പാർട്ടി പറയുന്നത് താൻ കേൾക്കും എന്നാണ് കെ സുധാകരൻ പറഞ്ഞത്. അടൂർ പ്രകാശ് പിന്നീട് എന്താണ് പറഞ്ഞത്? അടൂർ പ്രകാശ് കണ്ണൂർ നിയോജക മണ്ഡലത്തെ കുറിച്ച് സതീശൻ പാച്ചേനിക്ക് ഉണ്ടായിരുന്ന പരാതി എന്തായിരുന്നു? കണ്ണൂർ നിയോജക മണ്ഡലം അല്ല, സതീശൻ പാച്ചേനിയെ പരാജയപ്പെടുത്തിയത് അന്നത്തെ കാലത്ത് കോൺഗ്രസിൽ വലിയ ചർച്ചയായ വിഷയമാണ്. പക്ഷേ അതിനുശേഷം അല്ല, വീണ്ടും സതീശൻ പാച്ചേനി പരാജയപ്പെട്ടു. ഞാൻ പറഞ്ഞു ഞാൻ ചോദിക്കുന്നത് സതീശൻ പാച്ചേനിയുടെ അവിടെ വളരെ കാലമായിട്ടുള്ള പരാതി എന്നെ കാലുവാരി തോൽപ്പിക്കുന്നു. അതിന് കഴിയുന്ന ആളാരാണ്? കെ സുധാകരൻ. പിന്നെന്താ ആ പ്രശ്നം അവിടെ നിലനിൽക്കുന്നില്ല? ആ പ്രശ്നം അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതല്ല. ഇപ്പോഴതല്ല സ്ഥിതി. ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ 10 വർഷമായി കോൺഗ്രസ് അധികാരത്തിലില്ല. കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച് കോൺഗ്രസിന് വീണ്ടും അത് അധികാരത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുടെ മുന്നിലുള്ള ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.